വീഡിയോയുടെ സ്പെഷ്യൽ ശരിക്കും നമ്മുടെ അതിരപ്പള്ളിയിൽ നിന്ന് വാൾപ്പാറ വരെ പോകുന്ന ഒരു രാത്രി യാത്രയാട്ടോ ഇന്ന് പോകാൻ പോകുന്നത്. കട്ടുവരി എന്താ പോത് പോരെ കട്ടുവരി ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെൽട്ടൺ മല്ലുട്രക്കാർ. ഞാൻ ഇന്നുള്ളത് അതിരപ്പള്ളി കാട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വില്ലേജ് ഉണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും അല്ലേ. നമ്മൾ ഒരുപാട് കാട്ടിനുള്ള വില്ലേജൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അവരുടെ ജീവിതമൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ അതിരപ്പള്ളി കാട്ടിൻ്റെ ഉള്ളിലെ കുറച്ച് വില്ലേജൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ ശരിക്കും നമ്മുടെ അതിരപ്പള്ളിയിൽ നിന്ന് വാൾപ്പാറ വരെ പോകുന്ന ഒരു രാത്രി യാത്രയാട്ടോ ഇന്ന് പോകാൻ പോകുന്നത്. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഈ ഒരു യാത്ര ഉണ്ടല്ലോ, അത് എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മുടെ ഫുൾ വീഡിയോ ആയിട്ട് നോക്കാം. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ചെക്ക് പോസ്റ്റിന് എൻട്രി ഇട്ടിട്ട് അവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട്. ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീം. ചായ കുടിച്ച് അതിന് ശേഷം കുറച്ച് ലേറ്റ് ആയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആനിമൽ സൈറ്റിംഗ് ഒക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ മെല്ലെ പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും ഇന്ന് ആനപ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് തന്നെ പറയാം കേട്ടോ. ഒരുപാട് ആനയുടെ സൈറ്റിങ്സ് ആണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ആനപ്രേമികൾക്ക് ശരിക്കും ഒരു ട്രീറ്റ് ആണെന്ന് തന്നെ പറയാം ഇന്നത്തെ ഈ അതിരപ്പള്ളി ടു ഈ വാൾപ്പാറ വരെ പോകുന്ന ഈ കാട്ടുയാത്ര, അങ്ങനെ തന്നെ പറയാമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോണും ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യാനും മറക്കണം കേട്ടോ ഫ്രണ്ട്സ്. അവിടെ കാട് മെല്ലെ ഇരുട്ടാവാൻ തുടങ്ങി കേട്ടോ. ഞങ്ങളുടെ ടീം ഇതുപോലെ തന്നെ ഇതിന് മുമ്പ് ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വലിയ സൈറ്റിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ കിട്ടിയത് ഒറ്റൊരു ആനക്കൂട്ടം ഇങ്ങനെ ക്രോസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ആന സൈറ്റിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഞാൻ അന്നെടുത്ത ആ വീഡിയോ കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ഈ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു അന്ന് ആ സൈറ്റിംഗ് കിട്ടിയത്. ഒരു കൂട്ടം ആന കുട്ടിയാനൻ്റെ കൂട്ടിയിട്ട് ഇങ്ങനെ റോഡ് മുറിച്ച് പോകുന്നൊരു വീഡിയോ ആണത്. അതും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാവേ. എത്ര തവണ കണ്ടാലും മടുക്കാത്തൊരു കാഴ്ചയാണ് ഈ കുട്ടിയാന ഇങ്ങനെ നടന്നു പോകുന്നു കേട്ടോ. ഭയങ്കര രസമാട്ടത്. ഇന്ന് ഇത് മാത്രമല്ല കേട്ടോ, വേറെ ഒരാളും കൂടെ ഉണ്ട് കുട്ടിയാന നമ്മുടെ വീഡിയോയിൽ പുറകെ വരുന്നുണ്ട് കേട്ടോ ആ വീഡിയോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കിട്ടിയ ഒരു അടിപൊളി സൈറ്റിംഗ് വീഡിയോ ഉണ്ട്. അത് മാത്രമുള്ള കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കിട്ടിയിരുന്നത്. അതുകൊണ്ട് ഞാൻ അത് വേറെ ഏതെങ്കിലും പോസ്റ്റ് ചെയ്യാതെ വച്ചിരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും കൂടെ അത് ഇൻക്ലൂഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. ശരിക്കും ഇപ്പോൾ ഈ മാൺസൂൺ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല കോടയും തണുപ്പായിരുന്നു കേട്ടോ രാത്രിയിൽ ഈ യാത്ര ചെയ്യാൻ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഭയങ്കര പേടിപ്പെടുത്തുന്നതായിരുന്നു. കാരണം നല്ല ഇരുട്ടും മൂടി നിൽക്കുന്ന നേരത്ത് നമ്മളുടെ വണ്ടി മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവും. ഞങ്ങൾ ഒരിക്കലും ഈ വീക്കെൻഡ് ടൈമിൽ നമ്മൾ പോകാറില്ല. ഇങ്ങനെ വർക്കിംഗ് ഡേയിൽ പോകുമ്പോൾ വണ്ടികളൊക്കെ വളരെയധികം കുറവായിരിക്കും, സൈറ്റിങ്സ് ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നല്ല അടിപൊളി സൈറ്റിങ്സ് ആണ് കിട്ടിയിരുന്നത്. അപ്പോൾ അതൊക്കെ വരുന്ന വിഷ്വൽസ് കണ്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കട്ടോ ഫ്രണ്ട്സ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്കും ഇതുപോലെ രാത്രികളിൽ ഇങ്ങനെ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ എത്ര പേർക്ക് ഉണ്ടെന്നുള്ളത് കൂടെ നമ്മുടെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. കുറച്ച് ദൂരം നല്ല മഴ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ദൂരം നല്ല കോടയായിരിക്കും കേട്ടോ. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. പക്ഷെ രാത്രിയിൽ ഇങ്ങനെ പേടിപ്പെടുത്തുന്ന ഈ ഒരു യാത്ര ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെ. അതുകൊണ്ട് തന്നെ കേട്ടോ ഈ നൈറ്റ് ടൈമിലൊക്കെ ഇത്ര റിസ്ക് എടുത്തുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നത്. വീഡിയോസിന് വേണ്ടി മാത്രമല്ല, പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്.
അതാണ് ഞാൻ കൂടുതലും ഇങ്ങനത്തെ യാത്രകൾ ചെയ്യാറ്. പക്ഷേ ഇത് ഒരിക്കലും സേഫ്റ്റി അല്ല. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ നിങ്ങളും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. അങ്ങനെ ഒടുവിൽ നമ്മളുടെ റൈഡിന്റെ ആദ്യത്തെ സൈറ്റിംഗ് ആണ് കേട്ടോ ഈ ഒരു ചെറിയ ആനക്കൂട്ടം. 2 ആനയാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്, പക്ഷെ 4 ആന ഉണ്ടായിരുന്നു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ആനേൻ്റെ പുറകെ വേറെ ഒരു ചെറിയൊരു കൊമ്പനും കൂടെ ഉണ്ടാവും കേട്ടോ. ആൾ മെല്ലെ പെൺട്രോയെ. അതല്ല ഹൈലൈറ്റ്, ഈ 2 ആളുടെ ഇടയിൽ നടുവിൽ ഒരാളുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതുകൊണ്ടോ ബാക്കിൽ അയാൾ വരുന്നത്? ചെറിയൊരു കുട്ടിയാനും കൂടി ഉണ്ട് കേട്ടോ ഇവരുടെ ഇടയിൽ. ശരിക്കും ആ കുട്ടിയാനക്ക് ഈ തുമ്പിക്കൈയും കൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ വെള്ളത്തിൽ ഇങ്ങനെ താളടിക്കും കേട്ടോ. അത് ഭയങ്കര രസമാണ് കാണാൻ. ഞങ്ങൾ ഒരുപാട് നേരം നിന്ന് നോക്കിയായിരുന്നു കേട്ടോ. പക്ഷെ ഒരിക്കലും ഞങ്ങൾ ഈ വൈൽഡ് അനിമൽസോ അല്ലെങ്കിൽ ഈ ആനകളെ ഞങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് ഇങ്ങനെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നു, അത് വീഡിയോ എടുത്ത് നിങ്ങളിൽ എത്തിക്കുന്നു. അത് മാത്രമേ കേട്ടോ. ഒരിക്കലും ഞങ്ങൾ വൈൽഡ് അനിമൽസിലെ ഉപദ്രവം ഞങ്ങൾ ചെയ്യില്ല കേട്ടോ. ഈ 2 പിടിയാനന്റെ നടുവിൽ ഒരു ചെറിയൊരു കുട്ടിയാന ഉണ്ട് കേട്ടോ. ഇനി അത് കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കേ. அதுதான் தப்பு தப்புன்னு சவுண்டா? ஆமா படுத்துருச்சு, பயங்கரம் விளையாடிட்டு இருக்கு. அது எடுங்க. ഞങ്ങളും കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു എന്താണ് ഈ വെള്ളത്തിലെ താളം അടിക്കുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കണെന്ന്. അപ്പോഴാണ് ആശാന്റെ കുട്ടിക്കളിയാണത്. അത് കണ്ടോ എന്തൊക്കെയാ കാട്ടി കൊടുക്കുന്നുണ്ട് ആള്. அதுதான் தும்பிக்கை வச்சு தப்பு தப்புன்னு அடிக்குதுங்க பொறுப்பு. അങ്ങനെ കൂടുതൽ നേരം അവരെ ബുദ്ധിമുട്ടിച്ചില്ല കേട്ടോ. കുറച്ചു നേരം നല്ല വീഡിയോ ഒക്കെ എടുത്ത് കുറേ നേരം വീഡിയോ എടുക്കാതെ അവരെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് മൂവ് ആയിട്ടോ. ഒരിക്കലും നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ലേ. ഒരു കേഴന്മാരുണ്ടായിരുന്നു, അല്ല ഒരു മ്ലാവ് ഉണ്ടായിരുന്നു. മ്ലാവ് പെട്ടെന്ന് ചാടി ഓടിപ്പോയി. കിട്ടുമോ നോക്കാം. വണ്ടി എന്തിനാണെന്നറിയാം ഇപ്പോൾ സ്ലോ ആക്കിയത്? ഈ മരങ്ങളൊക്കെ ഇങ്ങനെ ചെരിഞ്ഞടക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ അവിടെ എടുത്ത് ആരെങ്കിലുമൊക്കെ കൊമ്പൊക്കെ ഓടിച്ച് നല്ല കഴിക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ സ്ലോ ആക്കി നോക്കിയിട്ട് പോകുന്നത് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രകൃതിന്റെ കളിയാണ്. കോടയും മഴയായിട്ട് നല്ല അടിപൊളി യാത്രയായിരുന്നു. നല്ല തണുപ്പ് കാരണം ക്യാമറ പുറത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. തണുത്തിട്ട് കൈയൊക്കെ വിറയ്ക്കായിരുന്നു. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു ഇനി മുന്നോട്ടുള്ള ഈ യാത്ര. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നിലും പിന്നിലും ഒരു വണ്ടിയില്ല കേട്ടോ. ഞങ്ങൾ മാത്രമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല പേടിയും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നല്ല ത്രില്ലിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ശ്രദ്ധിച്ചോ നിങ്ങൾ? കുറച്ച് ദൂരം നല്ല കോടയായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ദൂരം നല്ല മഴയായിരിക്കും. രണ്ടും കൂടെ നല്ല പണിയാണ് തന്നത് എനിക്കല്ല കേട്ടോ, ക്യാമറയ്ക്ക്. നല്ല രീതിയിൽ മഴയും കോടയും വീഡിയോ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തുള്ളി ക്യാമറയ്ക്ക് ചാടുമ്പോൾ പിന്നെ അത് ഔട്ട് ഓഫ് ഫോക്കസ് ആവും, പിന്നെ ക്ലിയർ ഉണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്.
എന്താണ് വഴിയത്ത് കൊമ്പൊക്കെ പൊട്ടിക്കിടക്കുന്ന നിൽക്കുമ്പോൾ അതേ നിൽക്കണു ആശാന് തിണ്ടത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് തുമ്പിക്കൈ ആട്ടി കളിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ നല്ലൊരു അടിപൊളി സൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഒരു കൊമ്പൻ ആള് മുകളിലാണ് കയറി ഇങ്ങനെ നിൽക്കുന്നത്. എന്ത് ലുക്കാന്ന് പറയാം. നമ്മുടെ ചില്ലിക്കൊമ്പന്റെ ഒരു ലുക്ക് ഉണ്ട്, പക്ഷെ എന്നാൽ ഇത് ചില്ലിക്കൊമ്പൻ അല്ല കേട്ടോ. അതേപോലെ ഒരു ലുക്കുള്ള ഒരു ആനയാണത്. എന്താണ് ലൈറ്റിങ്ങിന് ഒരു മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടയായപ്പോൾ ഇതിന്റെ ഫോഗ് ലൈറ്റ് യെല്ലോ ലൈറ്റ് ഇട്ടതാണ്. അതാണ് ഒരു ലൈറ്റിങ്ങിന് ഒരു മാറ്റം കേട്ടോ. ആശാന്റെ നിൽപ്പ് കണ്ടിട്ട് ആശാൻ റോട്ടിക്ക് ഇറങ്ങി വരാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ റിവേഴ്സ് എടുത്തു കൊടുത്താൽ ചിലപ്പോൾ റോട്ടിക്ക് ഇറങ്ങുമെന്ന് വിചാരിച്ച് നോക്കി നിൽക്കുമ്പോഴാണ് ആശാൻ അവിടെ കിടന്ന് എന്തോ പറിച്ച് കഴിക്കുകയായിരുന്നു. റോട്ടിക്ക് ഇറങ്ങി വരാനുള്ള പ്ലാൻ അല്ല. പക്ഷെ ഇപ്പം ഞങ്ങൾ ഒരുപാട് കൊതിപ്പിച്ചിട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെല്ലിയാമ്പതിലെ ചില്ലിക്കൊമ്പന്റെ ഒരു ലുക്ക് ഉണ്ട് ആശാനെ കാണാൻ കേട്ടോ. ഒടുവിൽ ആശാനെ കുറച്ചു നേരം നോക്കിയിട്ട് വീഡിയോയും എടുത്തിട്ട് മെല്ലെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതാണ് അവസ്ഥ. റോഡ് പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ കോടയായിരുന്നു കേട്ടോ. അതുണ്ടോ നമ്മുടെ ലൈറ്റിങ്ങിന് ഒരു മാറ്റം. നമ്മുടെ ഫോഗ് ലാമ്പ് ഓൺ ചെയ്താണ് യെല്ലോ കളറ്. എന്നാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു. രാത്രിയിൽ ഇങ്ങനെ ഈ കോടയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക, കണ്ണ് കാണാതെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കുറേ നേരമായിട്ട് സൈറ്റിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ക്യാമറ ഉള്ളിൽ വെച്ചിട്ട് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ വരവ്. ഒരു അമ്മയും കുട്ടിയും ആനക്കൂട്ടമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, അമ്മ കുട്ടീനെ കൂട്ടിയിട്ട് കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു ഒറ്റ ഓട്ടാണ്. ഇത് പെട്ടെന്ന് ആയതുകൊണ്ട് ഫോണിൽ എടുത്തതാണ് കൊണ്ട് കേട്ടോ ഒരു ക്ലിയർ മാറ്റം. കുറെ നേരമായിട്ട് സൈറ്റിങ്സ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ക്യാമറ ഉള്ളിൽ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പെട്ടെന്ന് ഫോണിലെടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. പിന്നെ അത് മാത്രമല്ല നല്ലൊരു അടിപൊളി സൈറ്റിങ്സ് ആയിരുന്നു. നമ്മൾ ഇത്രയും നേരം കണ്ടതൊക്കെ നമ്മൾ റോഡ് സൈഡിൽ തന്നെ ആയിരുന്നു. ഇത് റോട്ടിൽ തന്നെ അമ്മയും കുട്ടയും കൂടെ ഇങ്ങനെ ഓടി പോകുന്ന ഒരു സീനായിരുന്നു കേട്ടോ വീഡിയോ. ശരിക്കും പറഞ്ഞാൽ അവർ ഞങ്ങളെ കണ്ടിട്ട് പേടിച്ചിട്ട് കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയതാണ്. അല്ലാതെ ഞങ്ങൾ അവരെ തുരത്തിയോ ബുദ്ധിമുട്ടിച്ചതോ അങ്ങനെ ഒന്നുമല്ല. ലാസ്റ്റ് ആളൊരു സിഗ്നലും തന്നു, ഇനി ഞങ്ങളുടെ പുറകേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ലെഫ്റ്റ് സൈഡ് കൂടെ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിട്ടോ. ഇനി ഞാൻ മെയിൻ വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ, ഇതാണ് നമ്മുടെ സ്ഥിരമായിട്ടുള്ള നമ്മളുടെ കബാലിയുടെ സ്പോട്ട്. ആശാനെ ഒറ്റൊരു തവണയെ ഞാൻ കണ്ടിട്ടുള്ളൂ, പക്ഷെ മര്യാദയ്ക്ക് ക്യാമറയിൽ അത് പടർത്താൻ പറ്റിയില്ല. എങ്ങനെയെങ്കിലും നമ്മുടെ ക്യാമറയിൽ ഒരു തവണയെങ്കിലും ആൾ മുന്നിൽ പെടുന്നതിൽ വിശ്വസിച്ചിട്ടാണ് ക്യാമറ ഇങ്ങനെ പുറത്തും പിടിച്ചിട്ട് കൈയും വരച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. സംഗതി കബാലിനെ തെരഞ്ഞു പോയ ലാസ്റ്റ് എലീനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ അതൊന്നും ഒരു കുഴപ്പമില്ല. കബാലിനെ കിട്ടുന്നവരെ നമ്മൾ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യും. ഇത് വാശിയല്ല കേട്ടോ, കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തിൽ പറയാണ്, വേറെ ഒന്നുമല്ലേ. കബാലിയുടെ സ്പോട്ടിലേക്ക് എത്തിയപ്പോൾ കബാലിനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കബാലിൻ്റെ സൈസിലുള്ള ഒരു കാട്ടുപോത്ത് നിൽക്കുന്നത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ കാണുന്നത്. ഈ സ്പോട്ടാണ് നമ്മുടെ കബാലിയുടെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒരു കാട്ടുപോത്ത് നിൽക്കുന്നത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ കാണുന്നത്. എന്താണത് സംഭവം? പുല്ലിൻ്റെ ഇടയിൽ രണ്ട് കൊമ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, ഇത് എന്താ സംഭവം എന്ന് ഞാനൊന്ന് ഫ്രീസ് ചെയ്ത് നോക്കുമ്പോഴാണ് കാട്ടുപോത്ത് അല്ലെങ്കിൽ കാട്ടി എന്നറിയപ്പെടുന്ന ഒരു സൈറ്റ് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ കോടയിൽ കാണേണ്ടത്, അതാണ് പ്രശ്നം. പാമ്പ് എന്താ പോയി പറഞ്ഞത്? എന്താ നമ്മുടെ അടുത്ത സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ വിഷമില്ലാത്ത ഒരു കാട്ടുപാമ്പാണ് കേട്ടോ. ശരിക്കും ഇത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ ഇവരുടെ മുതുകത്ത് വരെ വരയുണ്ടാവുള്ളൂ. മുതുകത്തിന് താഴെ വരെ പിന്നെ വരകളൊന്നും ഉണ്ടാവില്ല, പ്ലെയിൻ കളറായിരിക്കും. അത് സാധാ കാട്ടുപാമ്പാണ്, വിഷങ്ങളൊന്നും ഉണ്ടാവില്ല. അതായിരുന്നു നമ്മുടെ അടുത്ത സൈറ്റിങ്. അപ്പോൾ ഈ വീഡിയോ ഇതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ ലാസ്റ്റ് ഈ പാമ്പിൻ്റെ വീഡിയോയുമായി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അടുത്ത യാത്ര എന്ന് പറയുന്നത് വാൾപ്പാറയിൽ നൈറ്റ് റൈഡാണ് കേട്ടോ. വാൾപ്പാറയിൽ നൈറ്റ് റൈഡ് നടത്തിയപ്പോൾ നമുക്ക് ലെപ്പേർഡൊക്കെ സൈറ്റിംഗ് കിട്ടായിരുന്നേ. അത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോണും ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നൈറ്റ് റൈഡ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അത് കൂടെ കയറി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ഫ്രണ്ട്സ്.